Hi friends, welcome to Needs Arts and Craze. ഇന്ന് വന്നിട്ടുള്ളത് ന്യൂബോൺ ബേബീസിന് വേണ്ട കുറച്ച് ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തത് നിങ്ങളെ കാണിക്കാനാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ന്യൂബോൺ ബേബീസിന് വേണ്ട കിറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ഇതും കൂടെ ഏതെങ്കിലും മേടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ ഉൾപ്പെടുത്താം. ഇതിൽ കംപ്ലീറ്റ് അല്ല, കുറച്ചും കൂടെ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യാനുണ്ട്, എങ്കിലും ഉള്ളത് വെച്ചിട്ട് ഇപ്പോൾ കാണിക്കാം. ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് കൊച്ചിൻ്റെ ബെഡിങ്, എന്തൊക്കെ തുണികൾ വേണം, ബ്ലാങ്കറ്റ്, ബെഡിങ്, ക്ലോത്ത്സ്, അതൊക്കെ ആദ്യം കാണിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേബിനെ ക്യാരി ചെയ്യുമ്പോൾ എളുപ്പത്തിനായിട്ട് ഇങ്ങനൊരു ഇതാണ്, ഓൺലൈനിൽ മേടിച്ചാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം. അപ്പോൾ നമുക്ക് കുട്ടീനെ ആദ്യമായിട്ട് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അവരെ ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു സംഭവം മേടിച്ചൊക്കെയാണെങ്കിൽ എളുപ്പമായിരിക്കും. കുട്ടിയുടെ തല ഇവിടെ വെച്ചിട്ട് കൊച്ചിനെ ഇങ്ങനെ കിടത്തി ഇതിങ്ങനെ പ്രസ് ചെയ്യുക. ഇതൊരു വെൽക്രോ ടൈപ്പാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് താഴെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തതാണെങ്കിൽ കൊച്ചിനെ ഇങ്ങനെ ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചൊക്കെയാണെങ്കിൽ കുട്ടി നല്ല കംഫേർട്ടായിട്ട് ഉറങ്ങാനും, നമ്മൾ ഉറങ്ങുമ്പോഴാണെങ്കിലും ഇത് വെക്കുന്ന ബെഡിൽ വെച്ചതിന് ശേഷം ഇത് ഇട്ടിട്ട് കിടത്തി ഇതുപോലെ സെക്യൂറാക്കി വെക്കുകയാണെങ്കിൽ കുട്ടിക്ക് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഇത് നല്ല സോഫ്റ്റ് ക്ലോത്താണ് കേട്ടോ. കുട്ടികൾക്കായിട്ട് നമ്മൾ എന്ത് മേടിക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം. അതായിരിക്കും കുട്ടികളെ അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ മേടിച്ച സംഭവം. ഇനി അടുത്തത് നമ്മൾ ഇത് ബേബി ബെഡാണ്. ബേബി ബെഡ് വിത്ത് മോസ്കിറ്റോ നെറ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് ബേബിനെ ഇതിൽ കിടത്തിയതിന് ശേഷം ഇതിലൊരു പില്ലോ ഉണ്ട്, പക്ഷെ ആ പില്ലോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നല്ല സോഫ്റ്റ് ബ്ലാങ്കറ്റ് കൊണ്ട് റോൾ ചെയ്ത് ഇങ്ങനെ ഷേപ്പിൽ വെച്ചിട്ടാണ് കിടത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേബി പില്ലോസ് അവൈലബിൾ ആണ്. നടുങ്ങനെ കുഴിഞ്ഞിട്ട് ആർച്ച് ഷേപ്പിലുള്ള പില്ലോസ് ഉണ്ട്. ആ കുഴിഞ്ഞ ഭാഗത്ത് മസ്റ്റാർഡ് സീഡ്സ് ഒക്കെ ഇട്ടിട്ട്, അതായത് തല നമ്മൾ ഷേപ്പ് ചെയ്യുന്നതിന് പകരം അതിൽ കെടുത്തിക്കഴിഞ്ഞാൽ തല നല്ല ഉരുണ്ട് ഷേപ്പ് ആവും എന്നാണ് പറയുന്നത്. മസാജ് ചെയ്താക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണെങ്കിൽ വിത്ത് മോസ്കിറ്റോ നെറ്റാണ്. അല്ലാതെ മോസ്കിറ്റോ നെറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ളതും ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും മേടിക്കാവുന്നതാണ്. ഇതാവുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് കൊച്ചിനെ കിടത്താൻ പറ്റും. ഇത് നമ്മൾ ഇങ്ങനെ സിബിട്ടിട്ട് കൊച്ചിനെ കിടത്തിയതിന് ശേഷം ഇങ്ങനെ സിബിട്ട് വെച്ചാൽ മതി. ഓക്കെ, അത് ഇപ്പോൾ ഇതിൽ കെടുത്തുകയാണെങ്കിൽ കുറച്ച് ഇപ്പോൾ ഒരു 3 months ഒക്കെ കൊച്ചിയിൽ കിടക്കും. അത് കഴിയുമ്പോൾ നമുക്ക് കൊച്ചിനെ കൊതുകടി കൊള്ളാതിരിക്കാനായിട്ട് നമുക്ക് ഓൾ ബെഡിന് പറ്റിയ മോസ്കിറ്റോ നെറ്റ് അവൈലബിൾ ആണ്. അപ്പം മോസ്കിറ്റോ നെറ്റിന് സ്റ്റാൻഡൊന്നും അടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ, മുകളിൽ ഹുക്കില്ല ഇടാൻ, വേറെ മേടിച്ചിടാൻ പറ്റാത്തവർക്കാണെങ്കിൽ വേറൊരു ഓപ്ഷൻ കാണിക്കാം. ഇതാണ് ആ നെറ്റ്. ഓക്കെ, ഇത് നമ്മൾ ഹോൾ ബെഡിന് ഇടാൻ പറ്റുന്ന ഒരു നെറ്റാണ്. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും അടുത്തടുത്ത് കിടക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. കൊതുക് കടിക്കില്ല, നമുക്കും കൊതുക് കടിക്കില്ല. ഓക്കെ, അപ്പോൾ തിരികളൊന്നും കത്തിച്ച് വയ്ക്കുന്ന അത്ര സേഫ് അല്ലല്ലോ, അതിൻ്റെ ഫ്യൂംസ് ഒന്നും കുട്ടികൾക്ക് പിടിക്കില്ല, അലർജിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ മോസ്കിറ്റോ നെറ്റ് അല്ലെങ്കിൽ സ്ലീപ്പ് സ്യൂട്ട്സ്, നല്ല ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുട്ടികളെ പൊതിഞ്ഞ് കിടത്തും. ന്യൂ ബോൺ ബേബീസിന് നമ്മൾ എപ്പോഴും കുട്ടുടുപ്പുകൾ, ഇങ്ങനെ പുറകിലേക്ക് കെട്ടുള്ള ഉടുപ്പുകളായിരിക്കും നമ്മൾ സാധാരണ എടുക്കുന്നത്, അല്ലെങ്കിൽ ഷോൾഡറിൽ കെട്ടുള്ള ഉടുപ്പുകൾ ഉണ്ടായിരിക്കും. എനിക്ക് വൈറ്റാണ് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ കളർ ഉടുപ്പുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അങ്ങനെ മേടിക്കാവുന്നതാണ്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കെട്ടുടുപ്പ് ഫ്രണ്ടിലേക്ക് കെട്ടാതെ നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ചെസ്റ്റ് കവർ ചെയ്യുന്ന വിധത്തിൽ പുറകിലേക്കായിട്ട് കെട്ടിവെക്കാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ കൊച്ചുങ്ങൾക്ക് തണുപ്പടിച്ച് ഷിവറിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ഫ്രണ്ടിൽ നിന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ വേണം കെട്ടുടുപ്പുകൾ കുട്ടികളെ ഇടിക്കാനായിട്ട്. നെക്സ്റ്റ് ഡയപ്പേഴ്സിനെ കുറിച്ച് പറയാം. ഡയപ്പേഴ്സ് നമുക്ക് ക്ലോത്ത് നാപ്കിൻസ് അവൈലബിൾ ആണ്, അതുപോലെ ഇങ്ങനത്തെ ക്ലോത്ത് ഡയപ്പേഴ്സ് അവൈലബിൾ ആണ്. അത് കുട്ടികളുടെ എന്താ പറയുക, വേസ്റ്റിൻ്റെ ഇതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒത്തിരി ബട്ടൺസ് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഹൈറ്റ് കൂടുതലായിരിക്കും കുഞ്ഞു കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബട്ടൺസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ ബട്ടൺസ് വെച്ച് അതിൻ്റെ ഹൈറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. കണ്ടോ, ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലോത്ത് നാപ്കിൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റിക്കർ ടൈപ്പ് അവൈലബിൾ ആണ്. ഇപ്പോൾ
ഇപ്പോൾ ഡയറക്റ്റായിട്ട് കൊച്ചിൻ്റെ അതിലേക്ക് ഡയപ്പർ വെക്കണ്ട എന്നുള്ളവർക്ക് ഈ സ്റ്റിക്കർ ടൈപ്പായിരിക്കും ഫസ്റ്റ് ഒരു നിയോനേറ്റ് പീരീഡ്, അതായത് 28 ദിവസം വരേക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അത് ഈ സ്റ്റിക്കർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിക്കർ താഴേക്കാക്കി വെച്ചിട്ട് ഉള്ളിൽ നമുക്ക് ക്ലോത്ത് നാപ്കിൻസ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റിക്കർ ടൈപ്പ് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ സ്റ്റിക്കർ ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പാൻസ് ടൈപ്പ് ഉണ്ട്. പാൻസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇപ്പോൾ പാൻസ് ടൈപ്പ് ഡയപ്പേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾ ഏതാണ് കംഫർട്ടബിൾ ആയുള്ളതെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചോളാം. പിന്നെ ഒരു മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഡയപ്പർ റാഷ് ഉണ്ടാവുന്ന കാര്യം. ഡയപ്പർ റാഷ് ബെഡ് സോറ് പോലെയായിട്ട് വരെ ഞാനൊരു കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് സർജറി വരെ ചെയ്യേണ്ടി വന്നു. ആ കൊച്ചു അത്രയും സഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വരേക്കും അത് ഡ്രസ്സിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്ത്, ഡയപ്പർ റാഷ് എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു ഡയപ്പർ റാഷ് ക്രീം നിങ്ങൾ കയ്യിൽ വെച്ചുകൊള്ളുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ട് തോന്നിയ ഒരു ക്രീമാണിത്, സ്യൂഡോ ക്രീം. അപ്പോൾ സ്യൂഡോ ക്രീം എനിക്ക് ഓൺലൈനിൽ നിന്നാണ് കിട്ടിയുള്ളത്. പിന്നെ എനിക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത ഒരു ക്രീമൊന്നും ഇട്ടിട്ട് പോയിണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിട്ടിട്ടാണ് പോയത്. ഇത് ഒരു 60 ഗ്രാമിൻ്റെയാണ്. ഇത് വളരെ ഒരു തിൻ ലെയർ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞാൻ മേടിച്ചത് ഫസ്റ്റ് 120 ഗ്രാമിൻ്റെ ആയിരുന്നു. അതിന് 600 രൂപയുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിന് ചെറുതാണ്. നെക്സ്റ്റ് നമ്മൾ കൊച്ചിനെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കരുതണം? കുളിപ്പിക്കാനായിട്ട് അത്ര വശമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു ബാത്ത് ടബ് ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. കുട്ടിയുടെ തല അവിടെ വെച്ചിട്ട് താഴെ ഇങ്ങനെ ഇച്ചിരി പൊങ്ങിയേക്കുന്ന ഭാഗമുള്ളതുകൊണ്ട് തന്നെ കുട്ടി താഴേക്ക് ഇഴുകി പോവാതെ നോക്കും. പിന്നെ സൈഡിൽ 2 സോപ്പ് ഡിഷ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്, എവിടെയാണെങ്കിൽ നമുക്ക് വെക്കാം. പിന്നെ അതുപോലെ തന്നെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹോളുണ്ട്. അത് നമുക്കിങ്ങനെ തുറന്നതിന് ശേഷം വെള്ളം അതിൻ്റെ ഉള്ളിലത്തെ കളയാം. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചടച്ചു വയ്ക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ മസാജ് ചെയ്യാനായിട്ട് കുറേ മസാജ് ഓയിൽസ് അവൈലബിൾ ആണ്. ഹിമാലയയുടെ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ വീട്ടിലുണ്ടാക്കിയ വെന്ത വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങൾ അതാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം അത് ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ മേടിക്കുകയാണ് ചെയ്തത്. കടയിൽ നിന്ന് മേടിച്ചതാണിത്. ഇത് എത്ര ml ആണ്? 120 ml ആണ്. പിന്നെ അതുപോലെ തന്നെ 500 ml അവൈലബിൾ ആണ്. കോൾഡ് പ്രസ്ഡ് വിർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് നിർമ്മൽ കമ്പനിയുടെ ആണ്. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ മോന് യൂസ് ചെയ്യുന്നത്. ഇതും വളരെ നല്ലതാണ്. ഇത് എഡിബിളും കൂടിയാണ് കേട്ടോ, നമുക്ക് നേരിട്ട് കഴിക്കാനും കൂടെ പറ്റും. അത്രയും നല്ലൊരു വിർജിൻ കോക്കനട്ട് ഓയിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് സോപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ജോൺസൺസോ ഹിമാലയയോ സെബാമെഡിൻ്റെ ഒത്തിരി ബ്രാൻഡ് അവൈലബിൾ ആണ്. പിന്നെ നമ്മളത് കഴിയുമ്പോൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ബേബി സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ലോഷൻ നമ്മളെപ്പോഴും കരുതിയിരിക്കണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ ഒരു ലോഷനാണ്. ഇത് 400 ml ആണ്. ഇതിന് ഒരു 1000 സംതിങ് ഉണ്ട് ഇതിൻ്റെ 400 ml. എൻ്റെ കൊച്ചിന് യൂസ് ചെയ്തിരുന്നത് ഇങ്ങനത്തെ ഈ ലോഷനാണ്, ഓയിൽ ഐറ്റം. അവൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പോൾ 2 months തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ലോഷനാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു ലോഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് 100 ml 305 ആണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ പൗഡേഴ്സ് അത്ര പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിമാലയയോ സെബാമെഡിൻ്റെ ഏതാണെങ്കിൽ പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സ്. അത് കുട്ടികൾക്ക് തുമ്മൽ അലർജിയൊക്കെ ഉണ്ടാക്കും പൗഡർ ഇടുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ കൊച്ചിന്. ജസ്റ്റ് ക്ലോത്തിങ്ങിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട ഒന്നായിരുന്നു ഈ ഒരു മിറ്റൻസ്, ബൂട്ടീസ്. നല്ല ക്യൂട്ടാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ബൂട്ടീസ് കാലിൽ ഇട്ട് കൊടുക്കുക. കുട്ടികളുടെ കൈയൊക്കെ ഒരു 2 months വരെയൊക്കെ നിങ്ങളങ്ങനെ കെയർ ചെയ്യണം. ബിക്കോസ് അവർ ടെമ്പറേച്ചർ റെഗുലേറ്റ് അത് വരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. ഇത് കയ്യിലിട്ട് കൊടുക്കുന്ന മിറ്റൻസ് ആണ്. ഇത് ഇവിടെ ഇലാസ്റ്റിക് ടൈപ്പുള്ളത് മേടിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇവർ കൈയിട്ടടിച്ചാലൊന്നും ഊരിപ്പോവില്ല. അപ്പോൾ അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ ഈ ഒരു ടൈപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ ഫുള്ളായിട്ട് ഇങ്ങനെ ബൂട്ടീസിന് പോലെ കിടക്കുന്ന ഇങ്ങനത്തെ മിറ്റൻ വരുന്നുണ്ട്. ഇങ്ങനത്തെക്കാളും ബൂട്ടീസ് ആണെങ്കിലും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ എലാസ്റ്റിക് ഉള്ള ടൈപ്പാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ അടുത്തായിട്ട് കരുതേണ്ട മെയിൻ ഒരു സംഭവമാണ് തെർമോമീറ്റർ.
അപ്പോൾ കുറേ ടൈപ്പ് തെർമോമീറ്റർ ഉണ്ട്. നമ്മൾ ചെവിയിൽ വെച്ച് നോക്കുന്നുണ്ട്, നെറ്റിൽ വെച്ച് നോക്കുന്നുണ്ട്, ആംപിറ്റിൽ വെച്ച് നോക്കുന്ന പണ്ടത്തെ ടൈപ്പ് മെർക്കുറി ടൈപ്പ് തെർമോമീറ്റർ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇലക്ട്രോണിക് ടൈപ്പ് തെർമോമീറ്റർ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു തെർമോമീറ്റർ നിങ്ങൾ വാങ്ങി വെച്ചോളുക, അത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് ഗ്രൂമിങ് സെറ്റാണ്. ഈ ഒരു ഗ്രൂമിങ് സെറ്റിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാതെ കുറേ സംഭവങ്ങളുള്ള ഗ്രൂമിങ് സെറ്റും അവൈലബിൾ ആണ്. പക്ഷെ അതിനേക്കാളും നമുക്ക് യൂസ്ഫുള്ളായുള്ള ഗ്രൂമിങ് സെറ്റ് ഇത്രയാണ്. നെയിൽ കട്ടർ, അതുപോലെ തന്നെ ഒരു സിസേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഫൈലർ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് അധികം യൂസ് വരാറില്ല. പിന്നെ ഇപ്പോൾ ലെൻസുള്ള ടൈപ്പ് നെയിൽ കട്ടറൊക്കെ ഉണ്ട്. കുട്ടികളുടെ നെഗാണെങ്കിലും നമുക്ക് ഭയങ്കര തിന്നായിരിക്കും, അതുപോലെ കാണാൻ ഭയങ്കര പാടായിരിക്കും. അത് നെഗാണോ മാംസമാണോ, അതായത് ഇങ്ങനെ വളയുന്ന ടൈപ്പായിരിക്കും അല്ലേ, അത്ര ഹാർഡായിരിക്കില്ല നമ്മുടെ പോലെ. അപ്പോൾ അത് വെട്ടാനായിട്ട് ഇപ്പം അധികം ശ്രദ്ധയില്ലാത്ത അമ്മമാരോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോ ഒക്കെയാണ് വെട്ടി കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ലെൻസുള്ള ടൈപ്പ് നെയിൽ കട്ടറും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊള്ളുക. നെക്സ്റ്റ് പറയാനുള്ളത് വൈപ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വൈപ്സിൽ തന്നെ ഒരുപാട് ടൈപ്പ് വൈപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആൽക്കഹോൾ ബേസ്ഡ് ഉണ്ട്, അക്വ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബേസ്ഡ്, പിന്നെ വിത്ത് അലോവേര ജെല്ലുള്ളത്, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു 2 ടൈപ്പ് ഉണ്ട്. ഇത് രണ്ടും അക്വ ബേസ്ഡ് ആണ്, പെർഫ്യൂംഡ് ആണ് ഒരെണ്ണം, ഇത് പെർഫ്യൂംഡ് അല്ല. അപ്പോൾ ഈ പെർഫ്യൂംഡ് ആൽക്കഹോൾ ബേസ്ഡ് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യാതെ, കാരണം ഈ ആൽക്കഹോൾ ബേസ്ഡ് ആകുമ്പോൾ കുട്ടികളുടെ സ്കിൻ ഒത്തിരി ഡ്രൈ ആവാനോ അത് പൊട്ടിപ്പോവാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങളെപ്പോഴും അക്വ ബേസ്ഡ് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വൈപ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും, കാരണം നമ്മൾ എടുത്തതിന് ശേഷം ഇത് അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഡ്രൈ ആവാതെ ഇരുന്നുകൊള്ളും. അപ്പോൾ ഇങ്ങനത്തെ ആണെങ്കിൽ ഇറ്റ്സ് സ്റ്റിക്കർ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓപ്പൺ ആക്കി ഇപ്പം നമ്മൾ അത് ശരിക്ക് ക്ലോസ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്താ പറയുക, ഡ്രൈ ആയി പോവും. ഇതിൻ്റെ വൈപ്സൊക്കെ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും അടച്ചു വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പശയൊക്കെ പോവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് മേടിക്കുകയാണെങ്കിൽ എപ്പോഴും സെക്യൂറായിട്ട് ഇരുന്നോളൂ. പിന്നെ ബേബിക്ക് യൂസ് ചെയ്യുന്ന ബേബി ടവൽസ് ആണ്. ബേബി ടവൽസ് എപ്പോഴും നമ്മൾ നല്ല സോഫ്റ്റ് ക്ലോത്ത് ആയിരിക്കും കേട്ടോ, നമ്മുടെ സാധാ ടവൽ പോലെയല്ല. ഈ ബേബീസിന് ഉപയോഗിക്കുന്ന എല്ലാം ഭയങ്കര ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ബേബി ടവലാണ്. അതുപോലെ തന്നെ ഇത് മസ്ലിൻ ക്ലോത്താണ്. മസ്ലിൻ ക്ലോത്ത് എന്ന് വെച്ചാൽ കുട്ടികളെ വീട്ടിലൊക്കെ പൊതിഞ്ഞ് കിടത്തില്ലേ, അപ്പോൾ നല്ല നമ്മൾ മമ്മിഫൈ ചെയ്യുമ്പോൾ അത് അഴിഞ്ഞു പോവാതെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനാണ് ഇങ്ങനത്തെ മസ്ലിൻ ക്ലോത്ത്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. ബേബീസിൻ്റെ ക്ലോത്തൊക്കെ കഴുകാനായിട്ട് നമ്മൾ അവരുടേതായ ഡിറ്റർജൻറ്റ്സ് അവൈലബിൾ ആണ്. ഇത് ചിക്കു കമ്പനിയുടെ ബേബി ലോണ്ടറി ഡിറ്റർജൻ്റ് ആണ്. നല്ല എന്താ പറയുക, മോഷനൊക്കെ ആയ തുണികളൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് നേരം ആദ്യം ടാപ്പ് വാട്ടറിൽ കഴുകിയെടുത്തിട്ട് ഇത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ റബ്ബ് ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റാവും. ഇത് 1 ലിറ്ററിന് 500 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും കരുതേണ്ട ഒന്നാണ് ക്യുക്ക് ഡ്രൈ ഷീറ്റ്. അപ്പോൾ ഇത് നമ്മൾ കൊച്ചിൻ്റെ ബെഡ് ഉണ്ടല്ലോ, ബെഡിൽ ഇത് വിരിച്ചിട്ട് അതിന് പുറത്തൊരു നേരിയ തുണി ഇട്ടിട്ട് കൊച്ചിനെ കെടുത്താണെങ്കിൽ എങ്ങാനും വല്ല യൂറിനോ എന്തെങ്കിലും പോവുകയാണെങ്കിൽ താഴത്തെ ബെഡ് നനയാതെ ഇത് സംരക്ഷിക്കും. ഓക്കെ, ഇതിൻ്റെ ബാക്കിലൊരു റബ്ബർ ടൈപ്പ് എന്താണ്, അപ്പോൾ ബാക്കിലേക്ക് ആവില്ല, ബെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇനി കൊച്ചു വലിയ കുട്ടിയായി ഇച്ചിരി ഉരുളാനും ഒക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ബെഡ് ഒന്നും കിടക്കില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ഡ്രൈ ഷീറ്റാണ്. ഇത് ഹോൾ ബെഡിൽ നമ്മുടെ ഡബിൾ ബെഡാണോ കിങ് സൈസ് ബെഡാണോ എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രൈ ഷീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ബെഡ്ഷീറ്റ് താഴെ ഇതിടുവാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ബെഡ് നശിച്ചു പോവില്ല. ഓക്കെ, കുട്ടികളെ നമ്മൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ്, ഭയങ്കര സോഫ്റ്റാണ്, ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റും ക്യാപ്പൊക്കെ വെക്കുകയാണെങ്കിൽ കുട്ടിയുടെ ചെവിയിലേക്കൊന്നും കാറ്റടിക്കില്ല. നല്ല സെക്യൂറായിട്ട് കുട്ടി നല്ല സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിക്കോളും കേട്ടോ. ഇത് ഭയങ്കര ക്യൂട്ട്, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഭയങ്കര ചൂടും കിട്ടും കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത്സ് നമ്മൾ യൂസ് ചെയ്യണം. ഇങ്ങനത്തെ ബ്ലാങ്കറ്റാണ് കുട്ടികൾക്ക്, സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റാണ് മേടിക്കേണ്ടത്. പിന്നെ ഇങ്ങനത്തെ അല്ലാതെ നമ്മൾ വെറുതെ പിടിക്കാനൊക്കെ ഇങ്ങനെ തലയുള്ളിക്ക് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് മമ്മിഫൈ ചെയ്യാനൊക്കെ ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ടോക്കീസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്കൂളിൽ പോവല്ല കേട്ടോ, സ്കൂൾ ബാഗല്ല, ഇത് ഡയപ്പർ ബാഗാണ്.
അപ്പോൾ ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ചെറിയ പിള്ളേരൊക്കെ കൊണ്ടുനടക്കുന്ന പോലത്തെ സ്കൂൾ ബാഗ് പോലത്തെയാണ്. പക്ഷെ ഇത് ഡയപ്പർ ബാഗാണ്. ഇത് ഓൺലൈനിൽ തന്നെ മേടിച്ചാണ്. ഇത് 1000 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 3 ബോട്ടിൽസ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇങ്ങനത്തെ ഒരു കവറുള്ളതുകൊണ്ട് തന്നെ അതെന്താ പറയുക, ഈ കൂൾ ബാഗിലൊക്കെ ഉണ്ടാവുന്ന കവറില്ലേ, അങ്ങനത്തെ ഒരു കവറാണ്. അപ്പോൾ നമുക്ക് ചൂട് വെള്ളമോ ചൂട് പാലൊക്കെ വെക്കുകയാണെങ്കിലും അത് കുറേ സമയത്തേക്ക് ചൂടാറാതെയൊക്കെ ഇരുന്നോളും. പിന്നെ ഇതൊരു നെറ്റ് പോക്കറ്റ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം നമുക്ക് ഫീഡിങ് ബിബ്സോ അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പീസ് ക്ലോത്തൊക്കെ വെക്കണമെങ്കിലും നമുക്ക് ഈ ഒരു പോക്കറ്റ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ബോട്ടിലോ ഫ്ലാസ്കോ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ കാണുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ്. കണ്ടോ, നല്ല സ്ക്വയറായിട്ട് ഇരുന്നോളൂ കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയും അതുപോലെ തന്നെ 2 പോക്കറ്റ്സ് ഈ സൈഡിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും കണ്ടോ, ഈ ഭാഗത്തും 2 പോക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ വെച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡൈപ്പർ ബാഗിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയുണ്ട് നമുക്ക്. പിന്നെ ചെറിയ ബാസ്ക്കറ്റൊക്കെ ഉണ്ട്, അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അത് അവിടെ ഉണ്ട്. അതിൽ നമ്മൾ കുട്ടികളുടെ തുണിയൊക്കെ മടക്കി വെക്കാനൊക്കെ അങ്ങനത്തെ ബാസ്ക്കറ്റ് നല്ലതാണ്. പിന്നെ ഒരു ഡസ്റ്റ്ബിൻ, ഒരു ലിഡുള്ള ഒരു ഫുഡ് ഓപ്പറേറ്റഡ് ഒരു ഡസ്റ്റ്ബിൻ നിങ്ങൾ മേടിച്ച് വെക്കുന്ന നല്ലതായിരിക്കും. കുട്ടിയുടെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യുന്നൊക്കെ ഇടാനൊക്കെ ആയിട്ട് അതും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പം എൻ്റെ ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ മിസ്സിങ് ഉണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പുതിയൊരു അതിഥിയെ വരവേൽക്കുമ്പോൾ ഇത്രയേറെ അവർക്ക് കരുതാനുണ്ടോ അല്ലേ, അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെക്കാൾ ഏറെ കെയർ കൊടുക്കേണ്ടതും കരുതലോട് കൂടി ഇരിക്കേണ്ടതും അവരെയാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു ബേബീനെ വരവേൽക്കുമ്പോൾ ഇത്രയേറെ അറേഞ്ച്മെൻറ്റ്സോട് കൂടിയാണ് നമ്മൾ വരവേൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവേത് എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ സപ്പോർട്ട്. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഡയപ്പർ എങ്ങനെ സ്ഥലമില്ലാത്തവർക്ക് ഇപ്പോൾ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു വീഡിയോ ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോയി കണ്ടുകൊള്ളുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.